കുളത്തിന് നടുവിൽ പൂക്കളം ഒരുക്കുന്ന വ്യത്യസ്തമായ ഓണക്കാഴ്ച കാണാം. ഇനി കണ്ണൂർ പള്ളിക്കുന്നിലെ സ്വിമ്മിംഗ് വേവ്സ് അക്വാറ്റിക് ക്ലബ്ബാണ് കുളത്തിൽ ഒഴുകി നടക്കുന്ന പൂക്കളം തീർക്കുന്നത്. 12 വർഷമായി എല്ലാ ഓണക്കാലത്തും ഇവർ വ്യത്യസ്ത പൂക്കളം ഒരുക്കാറുണ്ട്. പൂക്കളങ്ങൾ നിറഞ്ഞാലേ ഓണം പൂർണ്ണമാകൂ. കണ്ണൂർ പള്ളിക്കുന്നിൽ പക്ഷേ ഓണം കളറാകുന്നത് ഒരു പൂക്കുളം കൂടി ഒരുങ്ങുമ്പോഴാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നീന്തൽക്കുളത്തിൽ പൂക്കളമൊരുക്കി വ്യത്യസ്തരാവുകയാണ് കണ്ണൂരിലെ ഒരു അക്വാറ്റിക് ക്ലബ്. പള്ളിക്കുന്ന് തയ്യിൽക്കുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വിമ്മിംഗ് വേവ്സ് അക്വാറ്റിക് ക്ലബ്ബാണ് കുളത്തിലൊഴുകി നടക്കുന്ന പൂക്കളം തീർത്തത്. കഴിഞ്ഞ 12 വർഷമായി ഈ നാടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് കുളത്തിലെ ഈ പൂക്കളം. 10-12 കൊല്ലമായി ഇവിടെ ഈ കുളമോടനുബന്ധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു നീന്തൽക്കാരുടെ കൂട്ടമേയുണ്ട്. അപ്പം ഞങ്ങൾ അന്നും ഇന്നും 10-12 കൊല്ലമായിട്ട് ഫ്ലവർ കാർപ്പറ്റ് ചെയ്തു പോരുന്നുണ്ട്. ക്ലബിൻ്റെ ആൾക്കാരെല്ലാം ഒരാഴ്ചയായിട്ട് ഇതിന് പറയാൻ തന്നെയായിരുന്നു. കാരണം ഇത് വിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ, വിഭിന്നമായിട്ടുള്ള വികാരവും വിഭിന്നമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു പ്രത്യേക വികാരമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏതായാലും എല്ലാവരും സഹകരിച്ചതുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ടത് നമുക്ക് ചെയ്യാൻ പറ്റി. കുളത്തിൽ ഓതിരം മറിഞ്ഞും നീന്തിത്തുടിച്ചും ആഘോഷമായാണ് പൂവിടൽ. 250-ലേറെ നാട്ടുകാർ രാവിലെ 6 മണി മുതൽ പൂക്കളം തീർക്കാൻ ഒത്തുചേർന്നിരുന്നു. അത്തം വെളുത്താൽ ഓണം കറുക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം വെള്ളത്തിലാകുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് താനും. പക്ഷേ ഇവിടെ വെള്ളത്തിലായാലും പൂക്കളവും ഓണവും ഒക്കെ കളർഫുള്ളാണ്. കണ്ണൂരിലെ ഈ നീന്തൽ കൂട്ടായ്മ വ്യത്യസ്തമായ പൂക്കളമൊരുക്കിയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമാകുന്നത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.